എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ആളുകൾ അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ് ഈ കലോത്സവം എന്ന് പറയുന്നത്. നമ്മുടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആളുകൾ നിരവധി പേർ നമുക്കറിയാം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മലയാള സിനിമാ രംഗത്ത് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. കായിക രംഗത്ത് തങ്ങളുടേതായിട്ടുള്ള വിജയങ്ങൾ കൈവരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നവരുണ്ട്. മറ്റെല്ലാ മേഖലകളിലും തൊഴിൽ മേഖലകളായാലും ബിസിനസ് മേഖലകളായാലും അങ്ങനെ പല മേഖലകളിലും തങ്ങളുടേതായിട്ടുള്ള വിജയം കൈവരിക്കാൻ തങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള നിരവധി ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായാലും എല്ലാമായി ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. ഞാനും 17 വർഷമായിട്ട് ഇവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇവരുടെ പരിപാടി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനും അറിയാണ്ട് സീറ്റിൽ നിന്ന് എണീറ്റ് പോവുകയാണ്. കാരണം എനിക്കും ഇവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നതിനും പാടുന്നതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവരിത്രയൊക്കെ ഭയങ്കരമായിട്ട് ഇത്ര നല്ല രീതിയിൽ ഇവർ ഈ പരിപാടി അവതരിപ്പിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇത് എന്തായി കാണണേ, ഇവരെയും കൊണ്ട് ഇതൊക്കെ കഴിയുമോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ആ മോണാക്ട് കളിച്ച ആ കുട്ടിയൊക്കെ എന്ത് നന്നായിട്ടാണ് ഓരോ നടന്മാരുടെയൊക്കെ ശബ്ദമെടുത്തത്. ഭയങ്കര രസമായിരുന്നു. അവരെയൊക്കെ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്.